ലോകത്തിലൊരു ജാതി ദേവാലയമില്ലാതെ AD 70 മുതൽ ജീവിക്കുകയാണ്. നമുക്കറിയാം, വ്യത്യസ്ത മതങ്ങൾ ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വ്യത്യസ്ത രാജ്യങ്ങളുണ്ട്, വ്യത്യസ്ത ആരാധന ക്രമങ്ങളുണ്ട്. എല്ലാ ജനതയ്ക്കും എല്ലാ സമൂഹത്തിനും നമ്മളെവിടെ പോയാലും അവർക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള ആരാധനാലയങ്ങൾ എവിടെയും കാണാം. ഹിന്ദുക്കൾക്കാണെങ്കിൽ അമ്പലങ്ങളുണ്ട്, മുസ്ലിങ്ങൾക്ക് മോസ്കുണ്ട്, ക്രിസ്ത്യാനികൾക്ക് പള്ളികളുണ്ട്, മറ്റ് മതവിഭാഗങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങളുണ്ട്. എന്നാൽ AD 70 യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടതിന് ശേഷം ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഇസ്രയേലിന് ദൈവത്തെ ആരാധിക്കാൻ ഒരു ആരാധനാലയമില്ല. അത് ദൈവത്തോട് അവർ കാണിച്ച കൽപ്പനാലംഘനത്തിൻ്റെയും കർത്താവിനെ തള്ളിക്കളഞ്ഞതിൻ്റെയും അനന്തരഫലമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ യഹൂദന് അവൻ്റെ ദേവാലയം പുനർനിർമ്മിച്ചു കൊടുത്തേ മതിയായുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു അവന് യഹൂദന് ദേവാലയം നിർമ്മിച്ചു നൽകുന്ന മനോഹരമായ ഒരു ചിത്രമാണ് സഖറിയ പ്രവചനം 2-ാം അധ്യായത്തിലെ വിഷയം. ഇത് സഖറിയാവ് കാണുന്ന 3-ാമത്തെ ദർശനമാണ്. സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഈ മനോഹരമായ പഠന ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 2-ാം അധ്യായത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ സംരക്ഷണവും ഭാവി മഹത്വവും എന്നുള്ളതാണ്. ഞാൻ ഈ പുസ്തക പഠനത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഓർപ്പിച്ചല്ലോ, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നെബൂഖദ്നേസർ രാജാവ് അവരെ തകർത്ത് കളഞ്ഞ യെരുശലേം ദേവാലയം കോരശിൻ്റെ കാലത്ത് പണിയുവാൻ വേണ്ടിയിട്ട് കോരശ് കൽപ്പന പുറപ്പെടുവിച്ച് ഇസ്രയേൽ ജനത്തിലുള്ള 50,000-ഓളം ആളുകൾ ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന് യെരുശലേം ദേവാലയം പണിതുകൊണ്ടിരിക്കുന്ന സമയത്തിൽ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ വണ്ണം പ്രതികൂലങ്ങളുണ്ടായി. ശത്രുക്കൾ അവർക്കെതിരായി തിരിഞ്ഞു. പ്രാദേശിക സ്ഥലങ്ങളിലുള്ള ശത്രുക്കൾ അവർക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ പണി നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ ദേവാലയം പണി മുന്നോട്ട് നടത്താൻ പറ്റാതെ നിരാശയിലിരുന്ന അന്നത്തെ ദേവാലയം പണിക്ക് നേതൃത്വം കൊടുത്തിരുന്ന സെരുബ്ബാബേലിനും യോശുവയ്ക്കും ദൈവം ധൈര്യം പകരുവാനാണ് സഖറിയ പ്രവാചകനെ അയക്കുന്നത്. ഈ സന്ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രയേലിനെ ധൈര്യപ്പെടുത്തി യെരുശലേം ദേവാലയം പണിയുക എന്നുള്ളതായിരുന്നു പ്രാഥമികമായ അർത്ഥം. എന്നാൽ ഈ സന്ദേശത്തിലൂടെ ഇസ്രയേലിൻ്റെ റെസ്റ്റോറേഷൻ, അവരുടെ പരിപൂർണമായ യഥാസ്ഥാപനം, അവർ കാത്തിരിക്കുന്ന മശിഹ മടങ്ങി വന്ന് മശിഹ ലോകത്തിൻ്റെ ഭരണമേറ്റെടുത്ത് മശിഹ തന്നെ യെരുശലേം ദേവാലയം പണിത് അവർക്ക് ഒരു പുനർജീവനം നൽകുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ നൽകുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ വിഷയങ്ങൾ ഞാൻ പഠിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പറയാം. 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളെന്ന് പറയുന്നത് സഖറിയാവ് കാണുന്ന 3-ാമത്തെ ദർശനമാണ്. ആ ദർശനത്തിൻ്റെ വിവരണമാണ് 1-2 വാക്യം. സഖറിയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യം ഈ ദർശനത്തിൻ്റെ ആത്മീകമായ സന്ദേശമാണ്. 2-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യം ബാബിലോണിൽ നിന്ന് അവിടെ അധിവസിക്കുന്ന ഇസ്രയേലിനോട് മടങ്ങി അവരുടെ രാജ്യത്തിലേക്ക് വരുവാനായിട്ട് പ്രവാചകൻ ആഹ്വാനം ചെയ്യുകയാണ്. 8ഉം 9ഉം വാക്യം ദൈവത്തിൻ്റെ ന്യായവിധിയും ദൈവത്തിൻ്റെ മഹത്വവും വെളിപ്പെടുത്തുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യം മശിഹയുടെ ഭാവി വാഗ്ദാനങ്ങൾ, ഇസ്രയേലിന് വേണ്ടിയിട്ടുള്ള ഭാവി വാഗ്ദാനങ്ങളാണ്. 13-ാം അധ്യായം ദൈവത്തിൻ്റെ 13-ാം വാക്യം ദൈവത്തിൻ്റെ ശ്രേഷ്ഠ കൽപ്പനയാണ്. നിങ്ങളൊരു ഓർത്തി വായിച്ചാൽ ഇത് നിങ്ങൾക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഈ ദർശന വിവരണമാണ്. എന്താണ് ദർശന വിവരണം? യെരുശലേമിനെ അളക്കാൻ അളവുനൂലുകൊണ്ട് ഒരു പുരുഷൻ വരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന്, ഞാൻ യെരുശലേമിനെ അളന്ന് അതിൻ്റെ വീതി എന്തെന്നും നീളമെന്തെന്നും നോക്കുവാൻ പോകുന്നുവെന്ന് എന്നോട് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്ന് അവനോട് പറഞ്ഞത്, നീ വേഗം ഈ ബാല്യക്കാരനോട് സംസാരിക്കുക.
ഇവിടെ സഖരിയാവ് കാണുന്ന ആദ്യത്തെ ദർശനം 1-2 വാക്യങ്ങളിൽ 3-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു അളവ് നൂൽ പിടിച്ചുകൊണ്ട് അളക്കാൻ വരുന്ന ഒരു പുരുഷൻ. ഈ പുരുഷൻ ആരാണെന്നുള്ളത് കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ വിശദമായി വിശദീകരിച്ചു. ക്രിസ്തു എന്ന ഏക പുരുഷൻ. എന്താണ് ഈ അളവ് നൂൽ കൊണ്ട് അളക്കുന്നതിൻ്റെ കാരണം? അത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, അധികാരം വെളിപ്പെടുത്തുകയാണ്. അളന്ന് ദൈവത്തിൻ്റെ അധികാരം ഒരു സ്ഥലത്ത് ഉറപ്പിക്കുന്നതിനാണ് അളക്കുന്നത്. നമ്മൾ ഒരാളോട് വസ്തു വാങ്ങിച്ചാൽ ആ സ്ഥലം അളക്കുന്നത് നമ്മുടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത് അളക്കുന്നത് സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. നമ്മൾ അളന്ന് അതിന് തിരിച്ച് കുറ്റിനാട്ടി വെക്കുന്നത് നമ്മൾ വാങ്ങിക്കുന്ന ഭൂമിയുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. 3, നമ്മൾ അളന്ന് ഒരു സ്ഥലം തിരിക്കുന്നത് അത് ഒരു പണിക്ക് വേണ്ടിയാണ്. ഒരു കെട്ടിടം നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഒരു പണിക്ക് വേണ്ടിയോ ആണ് നമ്മൾ അളന്ന് തിട്ടപ്പെടുന്നത്. ഈ 3 കാര്യങ്ങൾ യെരുശലേമിലുള്ള ബന്ധത്തിൽ എന്താണ് പ്രായോഗികമാകുന്നത്? കർത്താവായ യേശുക്രിസ്തു സഖരിയാവിന് കാണിക്കുന്ന ഈ ദർശനം യെരുശലേം ദേവാലയം പണി പൂർത്തീകരിക്കാൻ അല്പം കൂടെ മാത്രമുള്ളപ്പോഴാണ് ഈ അളവ് നൂലുകൊണ്ട് ഈ ദൈവപുരുഷൻ അളക്കുന്ന ഒരു ദർശനം കാണുന്നത്. ഈ ദേവാലയം സെരുബ്ബാബേലും യോശുവയും എസ്രയും ഒക്കെ കൂടെ വന്ന് പണിയുന്ന ആദ്യഘട്ടത്തിലാണ് ഈ ദർശനം കണ്ടിരുന്നെങ്കിൽ യെരുശലേം അന്ന് അവർ പണിതുകൊണ്ടിരുന്ന യെരുശലേം ദേവാലയത്തിൻ്റെ അളവിന് വേണ്ടിയായിരുന്നു നമുക്ക് പറയാം. എന്നാൽ ഇവിടെ കാണിക്കുന്ന ഒരു അളവ് അളക്കുന്നതിൻ്റെ ലക്ഷ്യം നമുക്കറിയാം. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർ പണിത എല്ലാ ദേവാലയങ്ങളും തകർക്കപ്പെട്ടു പോയി. ശലോമോൻ പണിത ദേവാലയം നമുക്കറിയാം, അത് തകർക്കപ്പെട്ടു. അതിനുശേഷം ഹെരോദാവ് പണിത ദേവാലയമാണ് AD 70 തകർക്കപ്പെട്ടത്. ഇനി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ AD 70 മുതൽ ഇതുവരെ ഒരു ദേവാലയമില്ലാതെ ദൈവത്തെ ആരാധിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇസ്രായേൽ ജാതി. ഇനി അവർക്ക് ആരാണ് ദേവാലയം മാനുഷികമായി പണിയുന്നത്? ലോകത്തിൻ്റെ ഭരണം എതിർ ക്രിസ്തു ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഭയാനകമായ നിമിഷങ്ങളിലേക്ക് അവർ കടന്നു വരാൻ പോവുകയാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ യഹൂദൻ്റെ യഥാസ്ഥാപനത്തിന് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് 70 ആഴ്ചവട്ടങ്ങളാണ്. ബാബിലോണിലേക്ക് അവരെ പിടിച്ചുകൊണ്ടുപോയത് 70 വർഷത്തെ പ്രവാസ ജീവിതത്തിനാണെങ്കിൽ ദാനിയേൽ പ്രവാചകൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പിന്നെയും കൽപ്പന കൊടുക്കുന്നത് ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനം അല്ലെങ്കിൽ ഇസ്രായേൽ ലോകത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ പോവുകയാണ്. ലോകം മുഴുവൻ ഇസ്രായേലിൻ്റെ ഭരണം വരാൻ പോവുകയാണ്. അത് മശിഹയുടെ ഭരണമാണ്. അതാണ് ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനമെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ആ യഥാസ്ഥാപനം നടക്കണമെങ്കിൽ നീ പിന്നെയും 70 ആഴ്ചവട്ടം കൂടെ കാത്തിരിക്കണമെന്ന് ദാനിയേലിനോട് പറഞ്ഞു. നമ്മൾ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം പഠിച്ചാൽ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 സംവത്സരമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനത്തിന് കോരശ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ച അന്നു മുതൽ കണക്ക് കൂട്ടിയാൽ 490 വർഷങ്ങൾ കൊണ്ട് ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനം നടക്കണം. മശിഹ ലോകത്തിൽ കടന്നു വരണം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത് വിശദമായി പഠിപ്പിക്കാൻ എനിക്കിപ്പോൾ നിർവാഹമില്ല. അവിടെ നമ്മൾ വായിക്കുന്നത് 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ അഭിഷക്തൻ ഛേദിക്കപ്പെട്ടു. അഭിഷക്തൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ 69 ആഴ്ചവട്ടം യഹൂദനെ സംബന്ധിച്ചുള്ള 69 ആഴ്ചവട്ടം, അതായത് 483 വർഷം. 490 വർഷത്തിൽ 483 വർഷം തികഞ്ഞത് അഭിഷക്തൻ ഛേദിക്കപ്പെട്ടപ്പോഴാണ്. ആരാണ് അഭിഷക്തൻ? കർത്താവായ യേശുക്രിസ്തു. ആ അഭിഷക്തൻ ഛേദിക്കപ്പെട്ടത് AD 33-ലാണെങ്കിൽ AD 33-ൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരോട് പറഞ്ഞിരുന്ന 70 ആഴ്ചവട്ടത്തിൽ 69 ആഴ്ചവട്ടവും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവൻ രാജാവായി പിന്നീട് ലോകം ഭരിക്കണമെങ്കിൽ ഒരു ആഴ്ചവട്ടം കൂടെ യഹൂദൻ കാത്തിരിക്കേണ്ടിയിരുന്നു. ആ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് യഹോവയുടെ നാൾ എന്നറിയപ്പെടുന്ന ദ ഡേ ഓഫ് ദ ലോർഡ് എന്നറിയപ്പെടുന്ന യഹൂദനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളൊരു കാലഘട്ടമാണ്. അങ്ങനൊരു കാലഘട്ടം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. AD 33-ന് ശേഷം 70-ാം ആഴ്ചവട്ടം എന്ന് പറയുന്ന ആ 7 വർഷം ചരിത്രത്തിലൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ AD 33-ഉം 7-ഉം AD 40-ൽ മശിഹയുടെ ലോകഭരണം ഇവിടെ സംഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ നമ്മൾ കാണേണ്ടത് ഈ 69-ഉം 70-നും ഇടയ്ക്ക് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ഒരു നീണ്ട കാലഘട്ടം ദൈവം ഇടവേളയാക്കി വെച്ചു. അതാണ് സഭയ്ക്ക് വേണ്ടിയുള്ള കാലഘട്ടം. പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചിട്ട് ഇന്ന് 2000 വർഷം തികഞ്ഞിട്ടില്ല.
ഏതാണ്ട് 2033 സഭ ആരംഭിച്ചെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. 2025 ഒരിക്കലും 2000 വർഷം തികഞ്ഞിട്ടില്ല. 2033 2000 വർഷം സഭ തികയ്ക്കാനായിട്ട് പോകുന്നത്. സഭാ പീരീഡ് 2000 വർഷമേ ഉള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി AD 2033 വരെ 2033 വരെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, റാപ്ചറിന് അത്രയും കാലഘട്ടം എടുക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി 2000 വർഷത്തോളം ഒരു നീണ്ട ഇടവേള ദൈവം നൽകിയെന്നുള്ളതാണ്. ഞാനങ്ങനെ തീർത്ത് പറയുകയല്ല, അങ്ങനെ പറയാൻ നമുക്ക് പ്രമാണമില്ല. കർത്താവിൻ്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച് നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, തൻ്റെ സഭയെ ചേർക്കാനായിട്ടുള്ള മടങ്ങിവരവിന് ഒരു പ്രത്യേക ദിവസം, ഒരു പ്രത്യേക സമയം ദൈവം നിശ്ചയിച്ചുകൊണ്ട് അന്നേരവും സംഭവിക്കും. അതിന് യാതൊരു സംശയവും ആർക്കും വേണ്ട. ആ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടൊരു കാര്യമാണ്. ഇനി കർത്താവ് മടങ്ങി വരുന്നത് എബ്രായ ലേഖനം 9:28 വായിക്കുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കാണ്. അത് ദൈവജനത്തിൻ്റെ പ്രത്യാശയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർക്കേണ്ടത്, ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ശുദ്ധീകരണത്തിനുള്ള 7 വർഷം ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത് നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം, സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ദൈവം ലോകത്തെ ന്യായവിധിക്കാൻ 7 വർഷത്തെ നിശ്ചയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചു, ഇന്നും ദൈവജനത്തെ പീഡിപ്പിക്കുന്ന, ഇസ്രായേലിനെ പീഡിപ്പിക്കുന്ന, മക്കളെ പീഡിപ്പിക്കുന്ന ആളുകൾക്ക് ദൈവം കൃത്യമായ ന്യായവിധി ഒരുക്കി വച്ചിട്ടുണ്ട്. അത് 7 സംവത്സരം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ന്യായവിധി നടക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ന്യായവിധി തുടങ്ങുന്നത്. ഇന്ന് രാത്രിയാണ് കാഹളം ധ്വനിച്ച് സഭ ഈ ഭൂമിയിൽ നിറക്കപ്പെടുന്നതെങ്കിൽ നാളെ മഹാപീഡനകാലം ആരംഭിക്കുകയാണ്. ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാപീഡനം എന്ന് പറയുന്നത് യാക്കോബിൻ്റെ കഷ്ടകാലം എന്നാണ് അറിയപ്പെടുന്നത്. യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയാൽ യഹൂദനോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് മഹാപീഡന കാലത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുമ്പോൾ യഹൂദൻ എടുക്കപ്പെടത്തില്ല? കാരണം അവർ ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ല, ക്രിസ്തുവിനെ അവർ സ്നേഹിച്ചിട്ടില്ല. എന്നാൽ ക്രിസ്തു അവരെ സ്നേഹിക്കുന്നുണ്ട്. അവരെ തിരഞ്ഞെടുക്കേണ്ടതും അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനെ ഭൂമിയിലെ സകല വംശങ്ങൾക്കും അനുഗ്രഹമാക്കി വെക്കേണ്ടതാണ്. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ആ കാലം സംഭവിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ലോകത്തിൻ്റെ ഭരണാധിപനായി എതിർ ക്രിസ്തു വരാൻ പോവുകയാണ്. സഭ എടുക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവമല്ല. റാപ്ചർ ഓഫ് ദ ചർച്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാനത് പിന്നീട് ഒരു ക്ലാസ്സിൽ അത് വിശദീകരിക്കാം. സഭ എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു ന്യൂനപക്ഷ സഭയുടെ കാര്യമല്ല. രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർക്കുന്നു. ക്രിസ്തുവിനൊരു സഭ മാത്രമേ ഉള്ളൂ. ലോകത്തിൽ 10, 5000, 10000, 50,000 ഒക്കെ സഭകൾ കാണുമായിരിക്കും, എനിക്കറിഞ്ഞുകൂടെ. ഡിനോമിനേഷൻസ് കാണും. എന്നാൽ ക്രിസ്തുവിന് ഒരു സഭയേ ഉള്ളൂ. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു സഭ. അത് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്രിസ്തുവിൻ്റെ സഭ ആരംഭിച്ച പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ, അന്ന് കർത്താവായ യേശുക്രിസ്തു പത്രോസിൻ്റെ പ്രസംഗം കേട്ട്, സുവിശേഷം കേട്ട്, മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പനയനുസരിച്ച ദൈവജനം 7 പ്രമാണങ്ങൾ അനുസരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ പ്രായോഗികമാക്കേണ്ട 7 പ്രമാണങ്ങൾ, സഭയ്ക്കുള്ള 7 അടിസ്ഥാന ഉപദേശങ്ങൾ അവിടെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ആ അടിസ്ഥാന ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച ആളുകളെയാണ് 2-ാം അധ്യായത്തിൻ്റെ 47, പ്രവൃത്തികളുടെ പുസ്തകം 2:47 വായിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്നുള്ളതാണ്. ശിക്ഷ എല്ലാവരുടെ മേലുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നമ്മൾ മരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ന്യായവിധി ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ് രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നത്. ആരാണ് രക്ഷിക്കപ്പെട്ടവർ? റോമാലേഖനം 8:1 വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിനോട് ഒരു ശിക്ഷാവിധിയുമില്ല. കർത്താവായ യേശുക്രിസ്തുവിനോട് ദൈവം ഒരുക്കി ഈ രക്ഷാമാർഗം വിശ്വസിച്ച് അംഗീകരിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു ജനതയുണ്ട്. അവരെയാണ് ദൈവസഭയെന്ന് പറയുന്നത്. ഏത് ഡിനോമിനേഷൻ്റെ പേരിൽ അറിയപ്പെട്ടാലും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുകയും ആ കാത്തിരിപ്പിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകളെയാണ് ദൈവജനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടിട്ടും ക്രിസ്തുവിനെ തള്ളിപ്പറയാത്തത്. നമുക്കറിയാം, നൈജീരിയ പോലെയുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് വിദ്യാസമ്പന്നരായ ക്രിസ്ത്യാനികളല്ല,
വിദ്യാഭ്യാസം തീരെയില്ലാത്ത അല്ലെങ്കിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആരും തിരിഞ്ഞ് ചോദിക്കുക ഒരു മാധ്യമങ്ങൾ പോലും ശ്രദ്ധ ചെലുത്താൻ സാധ്യതയില്ലാത്ത മേഖലകൾ നോക്കിയാണ് ഇന്ന് ഏറ്റവും അതിക്രൂരമായ ആക്രമണങ്ങൾ ലോകത്തിൽ എവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ, നൈജീരിയയിൽ ഒരു പാസ്റ്റർ നിലവിളിച്ച് പറയുകയാണ്, ഞാൻ ശവമടക്ക് നടത്തി മടുത്തു, കൂമ്പാരമായി കൂട്ടിയിട്ട് മൃതശരീരങ്ങൾ മണ്ണിട്ട് മൂടുകയാണ്. അതാണ് നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സംഭവിച്ചിട്ടും ആരാധനാലയങ്ങൾ ആരാധന നിർത്തുകയോ ക്രിസ്തുവിനെ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അവർ വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിലും അവരുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എത്രമാത്രമുണ്ട് എന്ന് ഈ കേരളത്തിലും മറ്റു മലയാളികളായി എന്നെ ശ്രദ്ധിക്കുന്ന ക്രിസ്ത്യാനികളും മനസ്സിലാക്കിക്കോണം. നമ്മളൊക്കെ ഇവിടെ സുഖലോലുപത്തിൻ്റെ മടിത്തട്ടിൽ ജീവിക്കുകയാണ്. നമ്മളെവിടെയൊക്കെ പണത്തിനു വേണ്ടി, പണാധിപത്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന ആളുകൾ ഇന്നും നമ്മുടെ കൺമുമ്പിലുണ്ട്. അവരൊക്കെ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് ക്രിസ്തുവിൻ്റെ സഭയുടെ ആളുകൾ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ഡിനോമിനേഷൻ്റെ അംഗമായതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ ജീവിക്കും. പുതിയ നിയമത്തിൻ്റെ പ്രമാണം എന്താണ്? എന്നെ സ്നേഹിക്കുന്നവനെൻ്റെ കൽപ്പന പ്രമാണിക്കും. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ കൽപ്പന ഇന്ന് പ്രമാണിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ യഹൂദന് വലിയ പീഡനമുണ്ടാകാൻ പോവുകയാണ്. അങ്ങനെ എതിർ ക്രിസ്തു ലോകത്തിൽ ആ സഭ, അങ്ങനെയുള്ള സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ലോകത്തിൽ വലിയൊരു പറ്റം ആളുകൾ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഞൊടിയിട കൊണ്ട്. റാപ്ചർ എന്ന് പറഞ്ഞാൽ ടേക്കണപ്പ്, വളരെ എടുക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. ഒരു കണ്ണ് അടച്ചു തുറക്കുന്നതിനിപ്പുറം ദൈവമക്കളെല്ലാം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അത് ലോകത്തിന് താങ്ങാനാവുന്നതിലപ്പുറമുള്ള മഹാദുരന്തമായി മാറും. ആ ദുരന്തമായി മാറുമ്പോൾ ലോകത്തിലുള്ള ഒരു ഭരണാധിപന്മാർക്കും അവരുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഒരു ലോക ഭരണാധികാരിയായി രംഗത്തിലേക്ക് വരുന്ന വ്യക്തിയാണ് എതിർ ക്രിസ്തു എന്നറിയപ്പെടുന്ന വ്യക്തി. അവന് ക്രിസ്തു എന്ന പരിവേഷം നൽകുന്നത്, മശിഹ എന്ന പരിവേഷം നൽകുന്ന ആരാന്ന് നിങ്ങൾക്കറിയാമോ? അത് ലോകത്തിലെ ഒരു രാജ്യങ്ങളുമല്ല, ഇന്ത്യയല്ല, റഷ്യയല്ല, അമേരിക്കയല്ല. ആരാന്നറിയാമോ? അത് യഹൂദനാണ്. കർത്താവായ യേശു ക്രിസ്തു അവർക്ക് കൊടുത്തൊരു ശിക്ഷയാണത്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, എന്നാൽ മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരുമ്പോൾ നിങ്ങളവനെ കൈക്കൊള്ളും. എതിർ ക്രിസ്തു വരുന്നത് സ്വന്തം നാമത്തിലാണ്. കാരണം അവനെ ലോകത്തിലേക്ക് അയക്കുന്നത് ലൂസിഫറാണ്, പിശാചാണ്. അവൻ പിശാചിൻ്റെ നാമത്തിലാണ് വന്നെന്നും പറഞ്ഞ് അവന് ഭരിക്കാൻ പറ്റുമോ? ദൈവം അയക്കാത്തത് ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറയാൻ പറ്റുമോ? യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് തൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ്. അവൻ എപ്പോഴും തൻ്റെ പിതാവിനെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരുന്ന ഒരുത്തനെ അവർ അംഗീകരിക്കും, അവനെ മെശിഹയായി അംഗീകരിക്കും, അവനോട് ചേർന്ന് ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാമെന്നവർ വിചാരിക്കും. പക്ഷേ ഞാൻ ചുരുക്കി പറയട്ടെ, അങ്ങനെ യെരുശലേം ഡെം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അവിടെ ചുറ്റുപാടുമുള്ള പാലസ്തീൻ രാജ്യങ്ങളുടെ അനുമതിയോടുകൂടെ എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് യെരുശലേം ദേവാലയം പണി. എന്നാൽ 3.5 വർഷം മാത്രമേ ആ സമാധാന ഉടമ്പടിക്ക് ആയുസുള്ളൂ. തനിയെ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, രാമൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. കഠിനമായൊരു നിയമം ലോകത്തിലവ കൊണ്ടുവരും. ഒരാഴ്ച വട്ടം 7 വർഷത്തേക്കാണ് എതിർ ക്രിസ്തുവിന് ലോകം ഭരിക്കാനുള്ള അനുവാദം. എന്നാൽ അതിൽ 3.5 വർഷം കഴിയുമ്പോൾ യഹൂദനുമായി തിരിയും. യെരുശലേം ദേവാലയത്തിൽ അവൻ്റെ വിഗ്രഹം വെച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻ്റ്, അതായത് എനിക്ക് എന്നെപ്പോലെ തന്നെയുള്ള ഒരു രൂപമുണ്ടാക്കി പ്രതിഷ്ഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ലോകത്തിൽ വരാൻ പോവുകയാണ്. അത് യെരുശലേം ദേവാലയത്തിൽ വെച്ച് ആരാധിക്കണമെന്ന് പറയുമ്പോൾ യഹൂദൻ അവിടെ തെന്നും. അന്ന് യഹൂദനോട് ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ രക്ഷിക്കപ്പെടാത്ത എല്ലാ ക്രിസ്ത്യാനികളും കാഹളം ധ്വനിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവർ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. രക്ഷിക്കപ്പെടാതെ അവശേഷിക്കുന്നവരെല്ലാം യഹൂദനോട് ചേർന്ന് അവരും ഈ എതിർ ക്രിസ്തുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിക്കും. അവരും അവനെ ആരാധിക്കും, അവരും അവനെ നമസ്കരിക്കും. നമ്മൾ വായിക്കുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനൊക്കെയും പിശാചിനെ ആരാധിക്കുമെന്ന് വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ 3.5 വർഷത്തിന് ശേഷം അതികഠിനമായ പീഡനമാണ് പിന്നെ ലോകത്തിൽ വരാൻ പോകുന്നത്. അവിടെ യഹൂദനെ മാത്രമേ ദൈവം സംരക്ഷിക്കത്തുള്ളൂ, പിന്നെ വേറെ ആരെയും സംരക്ഷിക്കത്തില്ല. ബാക്കിയുള്ള ക്രൈസ്തവരാണെന്ന് പറഞ്ഞാലും എതിർ ക്രിസ്തു അവരെ തീ വെച്ച് ചുട്ടുകളയുന്നു എന്നാണ് വെളിപ്പാട് ദിവസം പഠിപ്പിക്കുന്നത്. എന്നാൽ യഹൂദനെ എതിർ ക്രിസ്തുവിനൊന്നും ചെയ്യാൻ പറ്റാതെ വണ്ണം ദൈവം അത്ഭുതകരമായിട്ട് അവനെ സംരക്ഷിക്കും. അങ്ങനെ യഹൂദനെ ആക്രമിക്കാനായിട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരും, സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഭൂമിയിലുള്ള സകല രാജാക്കന്മാരും യഹൂദനെതിരായി
ഹർമഗദ്ദോൻ യുദ്ധത്തിന് പുറപ്പെട്ടു വരും. അത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ ഹർമഗദ്ദോൻ യുദ്ധത്തിൽ കർത്താവ് തന്നെ അവരെ പരാജയപ്പെടുത്തും. അങ്ങനെ യഹൂദനെ ദൈവം സംരക്ഷിച്ച് അവനെ ലോകത്തിൻ്റെ ഭരണചക്രത്തിലേക്ക് കൊണ്ടുവരും. അന്ന് ഈ 3.5 വർഷം കഴിയുമ്പോൾ തൻ്റെ വിഗ്രഹം വെച്ച് ആരാധിക്കാൻ യഹൂദൻ അനുവദിക്കാത്തത് കൊണ്ട് എതിർ ക്രിസ്തു പണിത് ആ ദേവാലയം അവൻ നശിപ്പിച്ച് കളയും. പിന്നീട് പണിയുന്ന ദേവാലയമാണ് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് കർത്താവ് പണിയുന്ന ദേവാലയത്തെക്കുറിച്ചാണ് ഈ 3-ാമത്തെ ദർശനത്തിൽ സഖരിയാവിന് നൽകുന്നത്. ഞാനത് ഇന്ന് മുഴുവൻ വിശദീകരിക്കാൻ നിർവാഹമില്ല. നമ്മളിവിടെ വായിക്കുന്നത് യെരുശലേമിനെ അളക്കുവാൻ പോകുന്ന ഒരു പുരുഷനെ നമ്മൾ കാണുകയാണ്. അവൻ മെഷറിംഗ് റോഡുമായി അളക്കുകയാണ്. എന്താണ് അളക്കുന്നുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, യെരുശലേമിൻ്റെ അധികാരം. യെരുശലേമിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ അധികാരവും ദൈവത്തിനുള്ളതാണ്. എന്നാൽ യെരുശലേമിൻ്റെ അധികാരം ദൈവം പ്രത്യേകമായി എടുത്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. യെരുശലേമിൻ്റെ അധികാരം ഏറ്റെടുക്കുന്ന ക്രിസ്തു. രണ്ടാമത് നമ്മൾ വായിക്കുന്ന അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ക്രിസ്തു. അതിനെ മനോഹരമായ ഒരു ഭരണ സംവിധാനത്തിന് വേണ്ടി ഒരുക്കുന്ന ക്രിസ്തു. അതൊക്കെ നമുക്കിവിടെ ഈ കാര്യത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ പ്രാഥമികമായി പറഞ്ഞാൽ ഈ അളക്കൽ കൊണ്ട്, ഈ ദർശനം കൊണ്ട് സെരുബ്ബാബേലിനും എസ്രയ്ക്കും യോശുവയ്ക്കും അവിടെ അവർ നിർത്തിവെച്ചിരിക്കുന്ന ദേവാലയം പണി പൂർത്തീകരിക്കാൻ ഒരു ധൈര്യം പകരുമ്പോൾ തന്നെ ഭാവി യെരുശലേം ദേവാലയത്തെ സംബന്ധിച്ചുള്ള മഹത്വപൂർണ്ണമായ ഒരു വെളിപ്പാടാണ് ദൈവത്തോട് നൽകുന്നത്. അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യം ഈ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നൽകുന്ന സന്ദേശമാണ്. നമ്മളവിടെ വായിക്കുന്നത് യെരുശലേം അതിലെ മനുഷ്യരുടെ 4-ാം വാക്യം വായിക്കുമ്പോൾ 4-5 വാക്യം, യെരുശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യെരുശലേം ദേവാലയം പുനർനിർമ്മിച്ചു കഴിഞ്ഞ് മശിഹ ലോകത്തിൻ്റെ ഭരണമേറ്റെടുക്കുമ്പോൾ എന്താണ് ഇസ്രയേലിൽ സംഭവിക്കാൻ പോകുന്നത്? അവിടെ വായിക്കുന്ന യെരുശലേം മതിൽ കൂടാതെ ആളുകൾ നിറയുന്ന ഗ്രാമങ്ങൾ പോലെയാകും എന്ന് പറഞ്ഞാൽ, ഇന്ന് യഹൂദന് മാത്രം പ്രവേശിക്കാവുന്ന, അവൻ്റെ മാത്രം സ്വത്തായി അവൻ വെച്ചിരിക്കുന്ന യെരുശലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരം ലോകത്തിലെ എല്ലാ ജാതികൾക്കും കടന്നു വരത്തക്കവണ്ണമുള്ള മതിലില്ലാതെ മനുഷ്യ സമൂഹത്തിന് കടന്നു വന്ന് കർത്താവിനെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഭൂരാജാക്കന്മാർ അവനെ കാണാനായിട്ടവിടെ വരും. ലോകത്തിലെ രാജാക്കന്മാർ വരും. യേശുക്രിസ്തു ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ അന്ന് ലോകത്തിലുണ്ടായിരുന്ന ജനതകൾ മുഴുവൻ ക്രിസ്തുവിനെ കാണുവാൻ യെരുശലേമിലേക്ക് വരും. മതിലില്ലാതെ ആളുകളെ കൊണ്ട് നിറയും. രണ്ടാമത് നമ്മൾ വായിക്കുന്നത്, ദൈവം തന്നെ അവൾക്ക് ചുറ്റും തീമതിലാകും. അന്ന് ദൈവജനത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് ദൈവമാണ്. ഒരു ദുഷ്ടശക്തി അവനെ ആക്രമിക്കത്തില്ല. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിൻ്റെ ഭരണം ചക്രം ഏറ്റെടുക്കുമ്പോൾ എതിർ ക്രിസ്തു എന്ന് പറയുന്ന അവനും കള്ളപ്രവാചകനും ഈ ലോകത്തിൻ്റെ ഭരണം നടത്തിയ എതിർ ക്രിസ്തുവിനെയും പ്രവാചകനെയും ഇരുവരെയും ജീവനോടെ പിടിച്ച് നരകത്തിൽ തള്ളുന്നതായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കാണാം. അതിനുശേഷം ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന പിശാചും സാത്താനും എന്ന ലൂസിഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന പഴയ പാമ്പിനെ ചങ്ങലയിട്ട് ബന്ധിച്ച് 1000 വർഷത്തേക്ക് അഗാധ കൂപത്തിൽ അടച്ചുകൂട്ടി. എന്നിട്ടാണ് ഈ ലോകത്തിൻ്റെ ഭരണം കർത്താവ് നടത്തുന്നത്. അതുകൊണ്ടൊരു ദുഷ്ട പിശാചും ഇവിടെ ഇല്ല. ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്കുണ്ട്. മാത്രമല്ല, ദൈവത്തിൻ്റെ നിവാസം, ദൈവത്തിൻ്റെ മഹത്വം. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും. കർത്താവായ യേശുക്രിസ്തു അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുന്ന മനോഹരമായ ഒരു യെരുശലേം ദേവാലയം, ലോകത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്ന ക്രിസ്തു അതിൻ്റെ മനോഹരമായ ഭരണത്തിൻ്റെ ആ മഹത്വം നമുക്ക് യെരുശലേം ദേവാലയത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇത് സംഭവിക്കണമെങ്കിൽ യെരുശലേമിന് ഈ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ, യഹൂദന് ഈ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രതിരോധങ്ങളെക്കാൾ അധികമാണെന്ന് നമുക്കറിയാം. ആ സംരക്ഷണം നടക്കണമെങ്കിൽ അവരെ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയേ പറ്റുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവർ കുത്തിവെക്കിലേക്ക് നോക്കി മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ മാത്രമേ അവർക്ക് ഈ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇന്ന് ദൈവസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ക്രിസ്തുവിനെ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ക്രിസ്തുവിനെ അവൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്.
അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. 1-ാം നൂറ്റാണ്ടിൽ എല്ലാ സഭകളിലുള്ളവരും ക്രിസ്തുവിനെ കണ്ടില്ലല്ലോ. 500-ലധികം പുരുഷന്മാർക്ക് മാത്രമേ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ 3000, 5000, 7000 എന്ന് വേണ്ട വലിയൊരു വേക്ഷൻ ഭൂഖണ്ഡം മുഴുവൻ തഴച്ചു വളർന്ന ക്രിസ്തുവിൻ്റെ സഭ, ഇന്നും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ സഭ കർത്താവിനെ കാണാതെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു സമൂഹമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ആത്മീയ കണ്ണുകൊണ്ട് അവനെ കാണുമ്പോൾ ആ സമൂഹത്തെ, ദൈവത്തിൻ്റെ സഭയെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളതിനെ തകർക്കത്തില്ല. ഇന്ന് ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സഭയെ തകർക്കാനോ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ അവസാനിപ്പിക്കാനോ ആരൊക്കെ വിചാരിച്ചാലും നടക്കുകയില്ല എന്നുള്ളത് ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപരിവർത്തന സന്ദേശമല്ല. അത് നിങ്ങൾ തിരിച്ചറിയണം. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ആളുകളെ പറിച്ചുകൊണ്ട് പോകുന്ന ഒരു സന്ദേശമല്ല സുവിശേഷം. സുവിശേഷം എന്ന വാക്കിന് നല്ല വാർത്ത എന്നാണ് അർത്ഥം. എന്താണ് നല്ല വാർത്ത? ദൈവം ഈ ലോകത്തിലെ സകല മനുഷ്യൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു. ആ പാപപരിഹാരത്തിൻ്റെ പ്രക്രിയ എല്ലാവരിലേക്കും ദൈവം എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് നീ മതം മാറുകയോ പേര് മാറുകയോ ചെയ്യണമെന്നല്ല. ഇത് ക്രിസ്തുവിലൂടെ അല്ലാതെ ലോകത്തിൽ എവിടെയാണ് പാപപരിഹാരമുള്ളത്? ലോകത്തിൽ എവിടെയെങ്കിലും പാപപരിഹാരം വരുത്തിയ മറ്റാരെങ്കിലും നിങ്ങൾക്കറിയാമോ? ഇല്ല. നമ്മൾ വായിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ് പാപങ്ങളുടെ പരിഹാരം വരുത്തിയത്. വേറെ ഒത്തിരി അവതാര പുരുഷന്മാരുണ്ടായിരിക്കാം. ക്രിസ്തു ഒരു അവതാര പുരുഷനൊന്നുമല്ല. ക്രിസ്തു ജഡധാരണമെടുത്ത് വന്നതാണ്. ദൈവം മനുഷ്യനായി വന്നതാണ്. അവതാരങ്ങളെല്ലാം ദൈവങ്ങളല്ല എന്ന് ഹൈന്ദവ സന്യാസിമാർ തന്നെ പറയുന്നുണ്ടല്ലോ. അത് അവതാരങ്ങളാണ്. എന്നാൽ ക്രിസ്തു ജഡധാരണമെടുത്ത് വന്നയാളാണ്. ക്രിസ്തു ഒരു അവതാര പുരുഷനല്ല. ക്രിസ്തു സർവശക്തനായ ദൈവമാണ്. അവൻ ജഡശരീരമെടുത്ത് മനുഷ്യവേഷമെടുത്ത് 33 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചു. നിങ്ങളുടെ ഭിത്തിയിൽ തൂങ്ങുന്ന കലണ്ടർ ക്രിസ്തു ലോകത്തിൽ വന്നെന്നും ജനിച്ചെന്നും ജീവിച്ചെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റും സാക്ഷിക്കുന്ന ഒരു കലണ്ടർ നിങ്ങളുടെ ഭിത്തിയിലുണ്ടല്ലോ. എന്തിനാ ക്രിസ്തു ലോകത്തിൽ വന്നത്? ക്രിസ്തുവേശു പാപികളെ രക്ഷിക്കാൻ. ദൈവത്തിന് ജാതി മതമൊന്നുമില്ല. ദൈവത്തിന് ഹിന്ദുവെന്നോ ദൈവത്തിന് ക്രിസ്ത്യാനിയെന്നോ ദൈവത്തിന് മുസ്ലിമെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസമില്ല. രണ്ട് മനുഷ്യരിലും ദൈവം ഉണ്ടാക്കിയവരാണ് ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും. അതുകൊണ്ട് സുവിശേഷത്തെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്നാൽ സുവിശേഷത്തിൻ്റെ പേരിൽ ഇന്ന് ക്രൈസ്തവ സമൂഹങ്ങൾ തന്നെ പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ സ്വാധീനിച്ച് മതങ്ങളിൽ ചേർക്കുന്നുണ്ട്. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ്. അത് മനുഷ്യരോട് പറയാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ക്രമീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മദ്യപാനവും പുകവലിയും പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് പറഞ്ഞാൽ ഒരാൾ മതം മാറുക എന്നല്ല ഇതിൻ്റെ അർത്ഥം. അവനൊരു നല്ല ജീവിത ശൈലി കെട്ടിപ്പടുത്തുകയാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതശൈലി. അവിടെ മദ്യപാനമില്ല, പുകവലിയില്ല, വെറുക്കൂത്തില്ല, പാപത്തിൻ്റെ വഴികളില്ല, ആത്മഹത്യയില്ല, ദുരന്തമില്ല, ദുഃഖമില്ല. അവൻ ദൈവത്തോട് ചേർന്നുള്ള സമാധാനം അനുഭവിക്കുക. കണ്ണുനീരിൻ്റെ നടുവിലും പ്രയാസത്തിൻ്റെ നടുവിലും ക്രിസ്തുവിൻ്റെ സംരക്ഷണം ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ ദുഷ്ടശക്തികളും ദുരന്തങ്ങളും ദൈവം സംരക്ഷിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിത ശൈലിയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കാൻ കൂടി വരുന്ന ഒരു സമൂഹത്തിനാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഈ കൃപയുടെ സുവിശേഷമല്ലാതെ ഞങ്ങളുടെ സഭയിലേക്ക് വന്നാൽ നിൻ്റെ രോഗം മാറും, കഷ്ടത മാറും, ദുരിതം മാറും, നിനക്ക് സാമ്പത്തിക അനുഗ്രഹം ഉണ്ടാകും, നിൻ്റെ ഭൂതം പ്രേതം പിശാച് ഒക്കെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, കൂടോത്രം, മന്ത്രവാദം, ഇതെല്ലാം പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളുടെ ഭാഗത്താക്കുന്ന ആളുകളുണ്ട്. അവരെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലേ. എന്നാൽ യഥാർത്ഥ കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത് ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു വചനമാണ്. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. അതുകൊണ്ട് രോഗസൗഖ്യം പ്രചരിപ്പിക്കാനല്ല ക്രിസ്തു പറഞ്ഞത്. ആളുകൾക്ക് അത് നമുക്ക് ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വമാണ് സഹജീവികളെ സ്നേഹിക്കുക എന്നുള്ളത്. അവന് രോഗമുണ്ടെങ്കിൽ അവനെ സൗഖ്യം. അതിനാണല്ലോ ഹോസ്പിറ്റലുകൾ ഈ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമല്ലേ ഹോസ്പിറ്റലുകളുണ്ടായത്. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് കർത്താവല്ലേ പറഞ്ഞത്. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതിൻ്റെ എല്ലാം പേരിൽ
ആളുകളെ സ്വാധീനിക്കണമെന്ന് ഒരിക്കലും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, ഒരു വ്യക്തിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അവന് പ്രസംഗിക്കുക. ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിനോടുകൂടെ ജീവിച്ചൊരു നല്ല ജീവിതശൈലി കെട്ടിപ്പടുത്തുന്ന ഒരാളെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. നിങ്ങളറിയാം, വേദപുസ്തകം പഠിച്ചാൽ അറിയാം, ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നവർ മുഴുവൻ യഹൂദന്മാരായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ വന്ന 3000 പിന്നെ 4000 ഒക്കെ യഹൂദന്മാരായിരുന്നു. അവരെ അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികളെന്ന് ആരാ വിളിച്ചത്? നാട്ടുകാരാ വിളിച്ചത്. ആരെയാ വിളിച്ചത്? ശിഷ്യന്മാരെയാ വിളിച്ചത്. യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിച്ച്, പാപവഴികളെ ഉപേക്ഷിച്ച്, മദ്യപാനവും പുകവലിയും വെറുക്കുളുത്തുകളും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ സ്നേഹിച്ച് ജീവിച്ച ഒരുപറ്റം ആളുകളെയാ ശിഷ്യന്മാരെന്ന് പറയുന്നത്. അവരെയാണ് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് എല്ലാത്തരം തോന്നിവാസം കാണിക്കുന്നവരെയും കള്ള് വിൽക്കുന്നവരെയും കള്ള് കച്ചവടം നടത്തുന്നവരെയും എല്ലാവരെയും ക്രിസ്ത്യാനിയെന്ന്, ക്രിസ്തീയ പേരുള്ളവരെല്ലാം ക്രിസ്ത്യാനികളാണ്. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളല്ല സ്വർഗത്തിൽ പോകുന്നത്. യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിച്ച് നിങ്ങൾ ജീവിച്ച് ദൈവവഴികളിലൂടെ ജീവിക്കുന്ന ഒരാൾ, നിങ്ങൾ ഹിന്ദു പേരിൽ അറിയപ്പെട്ടാലും മുസ്ലിം ആണെങ്കിലും നിൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കട്ടെ. ഈ 2-ാം അധ്യായം നമുക്ക് തുടർന്നുള്ള ആഴ്ചകൾ പഠിക്കാം. അതുകൊണ്ട് ഈ കർത്താവിനെ ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, മതത്തിനും ജാതിക്കും വർഗവർഗ വ്യത്യാസങ്ങൾക്കും അപ്പുറമായി നിന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്തു. നിൻ്റെ പാപത്തിന് വേണ്ടി കൂടിയാണ് ക്രിസ്തു മരിച്ചത്. യെശയ്യാപ്രവചനം 63-ാം അധ്യായത്തിൽ വായിക്കുന്നത്, നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോരും, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. എൻ്റെ പ്രിയ സുഹൃത്തെ, സഹോദര സഹോദരി, കുഞ്ഞെ, നിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് കാൽവരിയിലെ ക്രൂശിൽ കർത്താവ് ഏറ്റെടുത്തത്. നീ ചെയ്ത തെറ്റുകളുടെ അനന്തരഫലമാണ് ക്രിസ്തു അനുഭവിച്ചത്. അത് മനസ്സിലാക്കുന്നെങ്കിൽ ഈ ക്രിസ്തുവിലേക്ക് വരാൻ, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണം, എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണം, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ഈ ലോകത്ത് ജീവിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിലേക്ക് ക്രിസ്തു ഇറങ്ങി വന്ന്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവനെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി മാറ്റും. അതാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ജീവിതശൈലിയിലേക്ക് കടന്നു വരുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.